റോഡരികിൽ പതുങ്ങിയിരുന്ന് ആക്രമിക്കുന്ന ഗറില്ല യുദ്ധമുറകളിലേക്ക് ഹിസ്ബുല്ല ശക്തമായി തിരിച്ചു വരുന്നതോടെ ഇസ്രായേൽ സൈന്യത്തിന് കാര്യമായ നാശനഷ്ടങ്ങളാണ് ലെബനനിൽ സംഭവിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇത് 1980കളിലും 90കളിലും ലെബനനിൽ ഇസ്രായേൽ നേരിട്ട കനത്ത പരാജയങ്ങളുടെയും തിരിച്ചടികളുടെയും ഓർമ്മകളെ വീണ്ടും ഉണർത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. അന്ന് ഇസ്രായേൽ സൈന്യത്തെ ലെബനനിൽ നിന്ന് പിൻവാങ്ങാൻ നിർബന്ധിതരാക്കിയ അതേ തന്ത്രങ്ങൾ കൂടുതൽ കരുത്തോടെ വീണ്ടും പ്രയോഗിക്കപ്പെടുന്നത് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അടുത്തിടെ അൽ തയ്യിബ ടൗണിൽ നിന്നും ദൈർസിരനിലേക്ക് നീങ്ങുകയായിരുന്ന 8 വാഹനങ്ങളടങ്ങിയ ഇസ്രായേലി സൈന്യത്തിന്റെ വാഹന വ്യൂഹത്തെ ലക്ഷ്യമിട്ട ഹിസ്ബുല്ല മുൻകൂട്ടി സ്ഥാപിച്ച കുഴിബോംബുകൾ പൊട്ടിത്തെറിച്ചിരുന്നു. ഈ ആക്രമണത്തിൽ അത്യാധുനികമായ 4 മെർക്കാവ ടാങ്കുകൾ പൂർണ്ണമായും തകരുകയും അവയ്ക്ക് തീപിടിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആധുനിക സംവിധാനങ്ങൾക്ക് പോലും എളുപ്പത്തിൽ കണ്ടെത്താനോ നിർവീര്യമാക്കാനോ കഴിയാത്ത വിധം അതീവ ജാഗ്രതയോടെയാണ് ഹിസ്ബുല്ല ഈ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്നത് എന്നത് ഇസ്രായേലിന്റെ സുരക്ഷാ കണക്കുകൂട്ടലുകളെ ആകെ തെറ്റിക്കുന്നതാണ്. സൈനിക നീക്കങ്ങൾ നടത്തുന്ന പാതകളിൽ ഹിസ്ബുല്ല ഒരുക്കുന്ന ഇത്തരം കെണികൾ ഇസ്രായേലി കാലാൾപ്പടയ്ക്കും കവചിത വാഹനങ്ങൾക്കും ഒരേപോലെ ഭീഷണിയായി മാറുകയാണ്. ഹിസ്ബുല്ലയുടെ ഇത്തരത്തിലുള്ള റെസിസ്റ്റൻസ് മൂവ്മെന്റ് കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലെബനനിൽ പ്രഖ്യാപിക്കപ്പെട്ട വെടിനിർത്തൽ കരാറുകൾ നിലവിലുണ്ടെങ്കിലും മേഖലയിലെ സംഘർഷാവസ്ഥ ഇപ്പോഴും അയവില്ലാതെ തുടരുകയാണ്. ഇസ്രായേൽ സൈന്യം നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കും വെടിനിർത്തൽ ലംഘനങ്ങൾക്കുമുള്ള ശക്തമായ പ്രതികരണമാണ് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് ഹിസ്ബുല്ല ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ വർഷങ്ങളും ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്നത് ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളെ സാരമായി ബാധിക്കുന്നുണ്ട്. ഹിസ്ബുല്ലയുടെ പോരാളികൾക്ക് പ്രദേശത്തെ ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള കൃത്യമായ അറിവും അവിടെയുള്ള ജനങ്ങളുടെ പിന്തുണയും ഈ ഗറില്ല യുദ്ധമുറകൾ വിജയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്.